ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. സഫ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളൊരു സെറ്റായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ഹെയർ ബോ, ഒരു മാല, പിന്നെ ഒരു ബ്രേസ്ലെറ്റും നമുക്കൊരു മാച്ചിങ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ വയർ ഹെയർ ബാൻഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലോട്ട് നമുക്ക് വൈറ്റ് ബീഡ്സ് ഒരു 22 പീസ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ എയർ ബോയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് സെക്യൂറായി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗമ്മ് തേച്ചിട്ടൊന്ന് ഒട്ടിക്കുന്നുമുണ്ട്. അതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സ് ആണ് ഇട്ടിട്ടുള്ളത്. പിന്നെ വീണ്ടും നമ്മുടെ വൈറ്റ് ബീഡ്സ് ഇട്ടു, പിന്നെയും ബ്ലാക്ക്. അങ്ങനെ സെൻറ്റർ വശത്ത് കവർ ചെയ്യുന്ന വിധത്തിൽ അതും നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ഗമ്മ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. വീണ്ടും നമുക്ക് ഇതുപോലെ വൈറ്റ് ബീഡ്സ് ഇട്ടിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സെറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ബീഡ്സ് കയ്യിലുള്ളവരൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് പുതിയ ബീഡ്സിന് നമ്മുടെ കയ്യിൽ വേണമെന്നൊന്നുമില്ല. കുട്ടികളുടെ പഴയ മാലകളൊക്കെ പൊട്ടിയതുണ്ടെങ്കിലൊക്കെ 2-3 മാലയൊക്കെ അങ്ങനെ പൊട്ടിയത് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തായിട്ട് മാല ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു എലാസ്റ്റിക് ബാൻഡാണ്. അതെടുത്തിട്ട് അതിലോട്ട് നമ്മുടെ ഇതുപോലെ ഹെയർ ബോയിൽ ചെയ്ത പോലെ തന്നെ ആദ്യം കുറച്ച് വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ എലാസ്റ്റിക് ത്രെഡിൽ ചെയ്യാൻ കാരണം നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ അല്ലേ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അവരുടെ നിന്ന് പെട്ടെന്ന് പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ അതൊന്നുമില്ല, നമുക്കിതുപോലെ വലിച്ചാലും പൊട്ടാൻ സാധ്യതയില്ലാത്തൊരൈറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ സെയിൽ ചെയ്യാറും. അപ്പോൾ ഇതുപോലത്തെ ഐറ്റം ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയിട്ട് ഞാൻ കോൺടാക്റ്റ് ചെയ്യാനുള്ള വഴി പറഞ്ഞുതരാം. അപ്പോൾ അതുപോലെ ഞാൻ മാലയുടെയും സെൻട്രൽ വശത്ത് വൈറ്റ് ബീഡ്സും ബ്ലാക്ക് ബീഡ്സും മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ വൈറ്റ് ബീഡ്സ് ഇട്ടിട്ട് കോർത്തെടുക്കുകയാണ്. അതുപോലെ കോർത്തെടുത്ത് ഇനി നമുക്ക് ലാസ്റ്റ് 2 സൈഡും കൂട്ടിയിട്ടൊന്ന് കെട്ടിയിട്ട് ലൈറ്റർ വെച്ചിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. അതുപോലെ മാലയും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേ എലാസ്റ്റിക് ത്രെഡിൽ തന്നെയാണ് നമ്മൾ ബ്രേസ്ലെറ്റ് ചെയ്തെടുക്കുന്നത്. അതുപോലെ വൈറ്റ് ബീഡ്സ് ഇട്ടു, സെൻറ്ററിലെത്തുമ്പോൾ ബ്ലാക്ക് ബീഡ്സ് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ വൈറ്റ് ബീഡ്സ് ഇട്ടിട്ട് ഇതുപോലെ കെട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി സെറ്റ് ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആദ്യമായി കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.